ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് വിവാദം കത്തിപ്പടർന്നു. പക്ഷേ അത് അവർക്ക് തന്നെ തിരിച്ചടിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം എടുക്കുന്നതിന് മുമ്പ് തന്നെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു എന്ന ഒരു ആരോപണമാണ് പുറത്തു വന്നത്. അത് അമിത് മാളവ്യ അതിൻ്റെ എക്സിൽ കുറിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ സംഭവങ്ങൾ. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് അതിന് മറുപടി നൽകിയിരിക്കുന്നത് 1980 കരട് വോട്ടർ പട്ടികയിൽ സോണിയാഗാന്ധിയുടെ പേര് വന്നപ്പോൾ തന്നെ അതിലെ ചതി മനസ്സിലാക്കിയ ഇന്ദിരാഗാന്ധി ഉടൻ തന്നെ അത് ഒഴിവാക്കാൻ അങ്ങോട്ട് അപേക്ഷ നൽകിയെന്നാണ് കുറിപ്പിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞതുപോലെ അന്നത്തെ കാലഘട്ടത്തിൽ ഈ കമ്പ്യൂട്ടർ രേഖകളോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം കൂടിയായിരുന്നു അത്. അപ്പോൾ അതിൽ എത്രമാത്രം അതിനകത്ത് സത്യമുണ്ട് എന്നുള്ളതൊക്കെ വീണ്ടും തെളിയിക്കപ്പെടേണ്ട വസ്തുതയാണ്. എന്നിരുന്നാൽ പോലും ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. പല മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ ഇരട്ട വോട്ട്, അത്തരത്തിൽ ഒരു വീട്ടിൽ തന്നെ ഇത്ര പേർക്ക് വോട്ട് എന്ന വിധത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും വോട്ട് ചെയ്ത ജനങ്ങളുടെ സംശയം ദൂരീകരിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 13,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലങ്ങളിൽ വരെ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കാരണം അതെല്ലാം ഇത്തരത്തിലൂടെ ജയിച്ചു വന്നതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിൽ പോലും ഈ പറഞ്ഞ പോലെ തൃശ്ശൂരിൽ പോലും ഇത്തരത്തിൽ വോട്ടർ പട്ടികയിലെ ഇത്തരത്തിലുള്ള ഇരട്ട വോട്ടും വോട്ടർ പട്ടികയിലെ എണ്ണത്തിൻ്റെ ആ ഒരു വീട്ടുപേര് അതടക്കമുള്ള ഒരുപാട് ക്രമക്കേടുകൾ കാണിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഇത്രയും വലിയ രാഷ്ട്രീയ പാർട്ടികളുള്ള കേരളത്തിൽ ഇത്രയും വോട്ട് ചേർക്കുമ്പോൾ സ്വാഭാവികമായും തൂങ്ങിച്ചാവുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളും മറ്റുള്ളവരുടെ വോട്ടെങ്കിലും, മറ്റുള്ളവർ ചേർക്കുന്ന വോട്ടെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇത്രയും വലിയ ക്രമക്കേട് ഒഴിവാക്കാമായിരുന്നില്ലേ? ഈ വോട്ടർ പട്ടിക വിവാദം ശ്രീ രാഹുൽ ഗാന്ധി കൊണ്ടുവരുന്നത് രാജ്യത്ത് വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് നടക്കുന്നുണ്ട്. ആ ക്രമക്കേട് നടക്കുന്നത് BJPയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് BJP സ്ഥാനാർത്ഥികൾ MP-മാർ ജയിച്ചിട്ടുള്ളതെല്ലാം റദ്ദ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം അതാണ്. അദ്ദേഹം പ്രധാനമന്ത്രി അതിൻ്റെ സ്ഥാനത്ത് രാജിവെക്കണം, BJP MP-മാർ രാജിവെക്കണം, തുടർന്ന് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും ഓരോരോ മണ്ഡലങ്ങളെടുത്ത് രാജിവെക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്നതിൻ്റെ പിന്നിൽ ഈ തരത്തിൽ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു, കരട് വോട്ടർ പട്ടിക വരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപ്, അതിനുശേഷം അന്തിമ വോട്ടർ പട്ടിക വരുന്നു, തെരഞ്ഞെടുപ്പ് നടക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്തിട്ടുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ജയിച്ച സ്ഥാനാർത്ഥിക്കെതിരെ തെരഞ്ഞെടുപ്പിൽ കളവോട്ടുണ്ടെങ്കിലും, ഇനി അതല്ല തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തെറ്റായ നടപടി നടന്നിട്ടുണ്ടെങ്കിലും അതിനെ എല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് കേസ് കൊടുക്കാനും ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാനും ഒക്കെയുള്ള നിയമവും ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകളും ഒക്കെ നിലനിൽക്കുമ്പോഴാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം 1.25 വർഷം കഴിഞ്ഞിരിക്കുന്നു എന്ന് ആലോചിക്കണം. അപ്പോൾ ഈ തരത്തിലൊരു ആരോപണം ഉന്നയിക്കാൻ വോട്ടർ പട്ടികയിൽ വോട്ടുകൾ ചേർക്കുന്നതിൽ തെറ്റായിട്ടുള്ള വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട്, അതല്ലെങ്കിൽ ഇരട്ട വോട്ടുകളുണ്ട്, കളവായിട്ട് വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ഏത് സമയത്തും ആരോപണങ്ങൾ ഉന്നയിക്കാം, ഏത് സമയത്തും നമുക്കത് പ്രൂവ് ചെയ്യുകയും ചെയ്യാം, അതിനൊന്നും തെറ്റില്ല. പക്ഷെ അതിന് നിയമപരമായി നമ്മുടെ രാജ്യത്ത് 2 തരത്തിലാണല്ലോ കേസുകൾ കൊടുക്കാൻ കഴിയുക. ഒന്ന് ഭരണഘടനാപരമായി അതിനെ ചോദ്യം ചെയ്യാം, അതല്ലെങ്കിൽ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ചോദ്യം ചെയ്യാം. ഈ 2 തരത്തിൽ ചോദ്യം ചെയ്യുമ്പോഴും അതിനുള്ള സമയക്ലിപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് കേസ് ഫയൽ ചെയ്ത് നടപടികളുമായി മുന്നോട്ട് പോകുന്നൊരു പ്രക്രിയ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രക്രിയ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മണ്ഡലത്തിലും നാളിതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല. അഫിഡവിറ്റുകൾ ചോദ്യം ചെയ്തുകൊണ്ട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്, സ്വത്ത് ചോദ്യം ചെയ്തുകൊണ്ട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇത് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ബേസിക്കലി തെറ്റായി പറഞ്ഞ 1-2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഇങ്ങനെ വോട്ടുകൾ ഇരട്ട വോട്ടുകൾ ചേർത്തിട്ടുണ്ട്, അതെല്ലാം ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ ഭൂരിപക്ഷം ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചേർക്കപ്പെട്ടിട്ടുള്ള വോട്ടുകൾ മുഴുവൻ തന്നെ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം. അങ്ങനെയുള്ള ആളുകളുടെ വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുള്ളത് കൃത്യമായിട്ടാണോ എന്ന് പരിശോധിക്കപ്പെടണം. ഇതെല്ലാം പരിശോധനകൾക്ക് ശേഷമാണല്ലോ വോട്ടർ പട്ടികയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ വോട്ടിരട്ടിപ്പുണ്ടെങ്കിലും തെറ്റായ വോട്ടുകൾ ചേർത്തിട്ടുണ്ടെങ്കിലും അത് നീക്കം ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ ഇപ്പോൾ നീക്കം ചെയ്യണം, ഇപ്പോൾ പരാതി കൊടുക്കണം. പരാതി അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് നിങ്ങൾ അഫിഡവിറ്റ് തരൂ, ഈ പരാതിക്ക് അഫിഡവിറ്റ് തരൂ. അത് ഇപ്പോൾ ഞാനാണെങ്കിലും അങ്ങാണെങ്കിലും ഇനി വേറൊരാളാണെങ്കിലും ഒരാളുടെ വോട്ട് തെറ്റായിട്ടാണ് ചേർത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ തെറ്റായിട്ടാണ് ചേർത്തിരിക്കുന്നത് എന്നുള്ളതിനുള്ള കാരണം കാണിച്ചുകൊണ്ട് നമ്മൾ നോട്ടീസ് കൊടുക്കണം.
അതിൽ ഹിയറിംഗ് നടക്കണം, എന്നാൽ മാത്രമേ വോട്ട് നീക്കം ചെയ്യാൻ വേണ്ടി കഴിയൂ. അങ്ങനെ നീക്കം ചെയ്യാനുള്ള പ്രക്രിയക്ക് ഒരു തരത്തിലുള്ള ശ്രമവും നടത്തിയിട്ടില്ല. പക്ഷെ ആരോപണം ഉന്നയിക്കുകയാണ്. അതിൽ ആരോപണം ഉന്നയിക്കാൻ ഏതൊരു രാഷ്ട്രീയ നേതാവിനും കഴിയും. അതുകൊണ്ടാണ് BJP അതിനെ തൊട്ടടുത്ത ദിവസം അങ്ങ് ചോദിച്ചതുപോലെ തന്നെ മറ്റൊരു വിവരം പുറത്തുവിട്ടത്. 1980 സഫ്ദർജംഗ് റോഡ് ലൊക്കാലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് പോളിംഗ് സ്റ്റേഷൻ 145 നമ്പറായിട്ടുള്ള പോളിംഗ് സ്റ്റേഷനിൽ 5 വോട്ടർമാരുടെ ഡീറ്റെയിൽസ്, അതായത് ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സഞ്ജയ് ഗാന്ധി, സോണിയാഗാന്ധി, മേനക ഗാന്ധി, 5 പേരുടെ വോട്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. അതിൽ പിന്നീട് കോൺഗ്രസ് പറഞ്ഞത്, ഇപ്പോൾ കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നത് അത് കരട് വോട്ടർ പട്ടികയായിരുന്നു, ഒറിജിനൽ വോട്ടർ പട്ടികയിൽ സോണിയാഗാന്ധിയുടെ പേരുണ്ടായിരുന്നില്ല എന്നൊക്കെയാണ്. ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അന്തിമ വോട്ടർ പട്ടികയിൽ ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ. ഇത് ഇപ്പോൾ പറയുന്ന കോൺഗ്രസ്സിന്, അതായത് കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത് അന്തിമ വോട്ടർ പട്ടിക വന്നപ്പോൾ നീക്കം ചെയ്തു, സോണിയാഗാന്ധിക്ക് പൗരത്വമില്ല എന്ന് കണ്ടപ്പോൾ ഇതിന്റെ അപകടം മനസ്സിലാക്കി ഇന്ദിരാഗാന്ധി അത് നീക്കം ചെയ്തു. അപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുത്തശ്ശിക്ക് അറിയാമായിരുന്നു കരട് വോട്ടർ പട്ടികയിൽ വന്നിട്ടുള്ള പേര് തെറ്റായി വന്നതാണ്. അങ്ങനെ വന്നിട്ടുള്ള പേരുകൾ നീക്കം ചെയ്യാൻ ഈ രാജ്യത്ത് നിയമപരമായ സംവിധാനമാണുള്ളത്. ആ നിയമപരമായ സംവിധാനം ഉപയോഗിച്ചിട്ട് മാത്രമേ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയൂ. അതുകൊണ്ടാണല്ലോ അത് നീക്കം ചെയ്തു എന്ന് ഇപ്പോൾ കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ വോട്ടർ പട്ടികയിൽ എങ്ങനെ പേര് വന്നു എന്നുള്ളത് ഒരു പ്രസക്തമാണ്. ഉദാഹരണത്തിന് വോട്ടർ പട്ടികയിൽ വെറുതെ പേര് വരില്ല. വോട്ടർ പട്ടികയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴിയിലൂടെ പോകുന്ന ആളുകളുടെ മുഴുവൻ പേരെടുത്തുകൊണ്ട് ഇത് മറ്റേ റോഡിൽ എന്തെങ്കിലും കണക്കെടുപ്പ് നടത്തുന്നതല്ലല്ലോ. അപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ അവിടെ ഒരു അപേക്ഷ ഉണ്ടാകണം. പണ്ടും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വേറൊരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ പോലെ ഇപ്പോൾ ഈ ആധാറും മറ്റു കാര്യങ്ങളൊക്കെ വന്നതുപോലെ അല്ല. അന്നിപ്പോൾ പാർട്ടിക്കാർക്കൊക്കെ ചേർക്കാൻ പറ്റുന്ന സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, അന്നാണെങ്കിലും ഇപ്പോഴാണെങ്കിലും. ഇപ്പോൾ നമ്മൾ കൂട്ടിച്ചേർക്കലിനാണ് പ്രത്യേകമായി അപേക്ഷ കൊടുത്ത് രേഖകളെല്ലാം കൊടുക്കേണ്ടത്. മറ്റത് ആ സമയങ്ങളിൽ വരുന്ന സമയത്ത് പഴയ കാലഘട്ടങ്ങളിൽ ചെയ്തിരുന്നത് എന്യൂമറേറ്റർമാരുണ്ടാകും. അതായത് മിക്കവാറും അത് സ്കൂൾ അധ്യാപകരോ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരോ ആയിട്ടുള്ള ആളുകളായിരിക്കും. അവർ വീടുകളിൽ പോയി അന്നത്തെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സിസ്റ്റം അതായിരുന്നു. വീടുകളിൽ പോയി ആ വീടുകളിൽ നിന്ന് എന്യൂമറേറ്റർമാർ എഴുതിയെടുക്കുന്ന പ്രായപൂർത്തിയായവർ, 18 വയസ്സ് കഴിഞ്ഞാൽ, അന്ന് 21 വയസ്സാണെങ്കിൽ 21 വയസ്സ്, 18 വയസ്സാണ് 18 വയസ്സ്. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ പേരുകൾ എഴുതിയെടുത്ത് അവർ ആ ഫോമിൽ ഒപ്പിടിയിച്ച് കൊണ്ടുപോകലാണ് ചെയ്യുക. ഒരു വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ 5 ആളുടെ പേരും അവരുടെ വിവരങ്ങളും, അച്ഛൻ്റെ പേര്, ഭർത്താവിൻ്റെ പേര്, മക്കളുടെ പേര്, അങ്ങനെ എഴുതി അത് കൃത്യമായി രേഖപ്പെടുത്തി അതാണ് വോട്ടർ പട്ടികയുടെ ആധാരമായി ഉപയോഗിക്കുന്നത്, ബേസിക് ഡാറ്റ ആയിട്ട് ഉപയോഗിക്കുന്നത്. ആ ബേസിക് ഡാറ്റ ഇന്ന് കുറച്ചുകൂടി മാറി ആ ഡാറ്റക്കൊപ്പം തന്നെ ആഡ് ചെയ്യാനാണ് നമ്മളിപ്പോൾ ഫോമിലൂടെ അപേക്ഷിക്കുന്നത്. അത് ഇപ്പോൾ ആധാർ ആണെങ്കിൽ ആധാർ, വോട്ടർ ഐ ഡി ആണെങ്കിൽ വോട്ടർ ഐ ഡി ഒക്കെ പിന്നീട് വന്നതാണ്. മറ്റത് കാലാകാലങ്ങളിൽ പരിഷ്കരിക്കപ്പെടുകയാണ്. അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു വീട്ടിലെ പെൺകുട്ടി, ഇപ്പൊ എന്റെ സഹോദരിയാണെങ്കിൽ കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ വോട്ട് കാണും, അവിടെ വോട്ട് കാണും. പണ്ട് അത് ഇപ്പോഴും അതുണ്ട്. പഴയ കാലഘട്ടങ്ങളിൽ മാത്രമല്ല ഇപ്പോഴും അതുണ്ട്. നമ്മൾ പ്രധാനമായും ഇതിനെ കാണേണ്ടത് ഇതാരാണ് പറയുന്നത് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ, വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ, ശ്രീ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തോട് പറയണ്ടേ, എൻ്റെ കുടുംബത്തിൽ നിന്ന് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി, എൻ്റെ മുത്തശ്ശി, അവരാണ് ഈ രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലക്ക് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചതിൻ്റെ പേരിൽ കോടതി തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്തയാൾ എൻ്റെ മുത്തശ്ശിയാണെന്ന് പറയണ്ടേ? തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യപ്പെട്ടത് ആരുടെയാണ്? ഈ രാജ്യത്ത് എങ്ങനെയാണ് അടിയന്തരാവസ്ഥ ഉണ്ടായത്? ഈ രാജ്യത്ത് മറ്റൊരു പ്രധാനമന്ത്രിയും ഒരു മുഖ്യമന്ത്രിയും ഈ തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കൃത്രിമം കാണിച്ച് സ്ഥാനത്ത് നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ സ്ഥാനം നഷ്ടപ്പെട്ടതും അങ്ങനെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചു എന്ന് കോടതി കണ്ടെത്തിയതും ഈ രാജ്യത്ത് ഒരേ ഒരു പ്രധാനമന്ത്രി മാത്രമേ ഉള്ളൂ, അത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യാനുള്ള കാരണം തന്നെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്തി എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ തരത്തിൽ കൃത്രിമം നടത്തിയതിന്റെ അനുഭവമുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് കണ്ടെത്താൻ കഴിയുന്നത്. അതായത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം എങ്ങനെയൊക്കെ നടത്താം എന്ന് സ്വയം അനുഭവമുള്ള ഒരാളാണ്, ആ പാർട്ടിയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും. അത് അദ്ദേഹത്തിന് പരമ്പരാഗതമായി കിട്ടിയിട്ടുള്ളൊരു സവിശേഷതയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച്. കാരണം അവരുടെ കുടുംബത്തിൽ നിന്നാണ് വോട്ട് കൃത്രിമത്തിന്റെ പേരിൽ പ്രധാനമന്ത്രിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടായിരുന്നു, കോടതി വിധി ഉണ്ടായത്. കോൺഗ്രസ് പാർട്ടിയിലെ ആളുകൾ എത്രയോ തവണ ഈ തരത്തിൽ കള്ളവോട്ടുകൾ ചെയ്തതിനു വേണ്ടി ആരോപണം ഉന്നയിക്കപ്പെട്ടുള്ള ആളുകളാണ്. നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ്സുകാർ കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് ഇതേ രാഹുൽ ഗാന്ധിയുടെ മുൻ KPCC പ്രസിഡന്റ് കെ സുധാകരനാണ്.
അപ്പോൾ കെ സുധാകരൻ കേസ് കൊടുത്തത് കേരളത്തിൽ കള്ളവോട്ട് നടന്നു എന്ന് ഇപ്പോൾ പറഞ്ഞതല്ല, അല്ല. വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ കാലഘട്ടങ്ങളിലും കള്ളവോട്ട് നടക്കുന്നു എന്ന് പറയുകയോ കോടതികൾ നിരീക്ഷിക്കുകയോ കോടതികളിൽ പോവുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ഇതേ കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ കള്ളവോട്ട് എന്നുള്ളതല്ല അതിലുള്ളത്, ഇരട്ട വോട്ട് അല്ലെങ്കിൽ വോട്ടുകൾ തെറ്റായി ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മാറ്റപ്പെടേണ്ടതാണ്. സ്വാഭാവികമായും ആ തരത്തിലുള്ള പ്രക്രിയ ശുദ്ധീകരിക്കപ്പെടേണ്ടതും ഇലക്ഷൻ കമ്മീഷൻ കുറച്ചുകൂടി അവധാനതയോടുകൂടി ആ കാര്യങ്ങളെ കണ്ടുകൊണ്ട് വോട്ടർ പട്ടികയിൽ കൃത്യമായ ഇടപെടൽ നടത്തി ശുദ്ധീകരിക്കുക എന്നുള്ള പ്രക്രിയ ശക്തിപ്പെടുത്തേണ്ടതാണ്. അതിനൊരു തർക്കമാക്കാതിനകത്തില്ല.